ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽസ് ഹട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ളൊരു പലഹാരമാണ്. ചക്ക ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ നമ്മൾ മെയിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്ക അരിഞ്ഞത് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണ്. മധുരത്തിന് ആവശ്യമായ ശർക്കര, 1 കപ്പ് ഗോതമ്പ് പൊടി, അളവുകളൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അരച്ചെടുത്ത ചക്കയിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ചക്കയ്ക്ക് മധുരം കൂടുതലാണെങ്കിൽ നമുക്ക് ശർക്കരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളുപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം തിക്കുമാകരുത്, അധികം ലൂസുമായി പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇനി ഒരു 10 മിനിറ്റത്തിന് നമുക്കിതൊന്ന് മൂടി മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് സ്വല്പം തേങ്ങ കൊത്തിയരിഞ്ഞതും അല്പം കപ്പലണ്ടിയും എടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അല്പം നെയ്യ് ഒഴിച്ച് കപ്പലണ്ടിയും തേങ്ങ ചെറുതായി അരിഞ്ഞതും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത സാധനങ്ങളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി ഇതിനെ കൈകൊണ്ടോ സ്പൂൺ വെച്ചോ ചെറിയ ഉരുളകളാക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനോ അടിക്ക് പിടിക്കാനോ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അകമൊക്കെ വെന്ത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.